ഗ്രാമം ഗ്രാമം ചെല്ലണുമേ, വീട് വീടായി നുഴയണുമേ. ഗ്രാമം ഗ്രാമങ്ങൾ ചെല്ലണുമേ, വീട് വീടായി നുഴയണുമേ. கிருபையின் நற்செய்தி சொல்லணுமே, கிருபையின் நற்செய்தி சொல்லணுமே. ஜனங்கள் மனம் திரும்ப அழைக்கணுமே, ஜனங்கள் மனம் திரும்ப அழைக்கணுமே. கர்த்தரையை முன்வைத்து கலங்காமல், ஓ கர்த்தரையை முன்வைத்து கலங்காமல் மகிழ்வுடன் ஓட்டத்தை ஓடி முடிக்கணும். ஊழியம் நிறைவேற்றணும், ஓட்டத்தை ஓடி முடிக்கணும். ஊழியம் நிறைவேற்றணும். கர்த்தரையே எப்போதும் கலங்காமல் மகிழ்வுடனே, கர்த்தரையே எப்போதும் கலங்காமல் மகிழ்வுடனே, கர்த்தரையே எப்போதும் கலங்காமல் மகிழ்வுடனே, கர்த்தரையே எப்போதுം കലങ്കാமல் മകിഴ്വുടനേ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സന്ദേശം കേൾക്കുന്നുണ്ട്. ഒരുപാട് ദിവസത്തിന് ശേഷം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എല്ലാത്തിനും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ സ്തോത്രം മറ്റൊരു സംസ്ഥാനത്തിലാണുള്ളത്. സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ മിനിസ്ട്രിയും ധാരാളമായി സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകളുടെ വീടുകളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാതെ ഇരുന്ന് തുരുമ്പെടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോഴൊക്കെ ചിലർ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടൊരു 5-6 വർഷമായി വാസേ. ചിലർ പറയുന്നത് ഇത് മേടിച്ചുകൊണ്ട് വന്നു, ഉപയോഗിക്കാൻ ആളില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ചിലതൊക്കെ നല്ല സാധനങ്ങളാണ്, പല വില കൂടിയ സാധനങ്ങളൊക്കെയാണ്. ഞാനൊരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ 2 ലക്ഷം രൂപ വിലയുള്ളൊരു കീബോർഡ് ഇരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, അവരത് ചുമ്മാ വെച്ചേക്കുക. അവർ പറയുന്നത്, എൻ്റെ ഭാഷ ഇത് ഞെക്കാനും പിടിക്കാൻ അറിയാവുന്ന ആരുമില്ല. ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഇവിടെ നിന്ന് കാനഡയ്ക്ക് പഠിക്കാൻ പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇത് ചുമ്മാ ഇരിക്കുക, വെറുതെ ഇരിക്കുക. ഇനിയിപ്പോൾ അവൻ അടുത്ത പഠിത്തം കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരികയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഇതിനിപ്പം വേസ്റ്റ് ആവും. ഈ ഇലക്ട്രോണിക് സാധനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ശ്രദ്ധിച്ചേക്കണേ. ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൂപ്പൽ കയറി, അതിനകത്ത് ഫംഗസ് കയറി, അതിനകത്തുള്ള പ്രോഗ്രാംസ് മുഴുവനും നശിച്ച് അതിൻ്റെ ഐസിയും അടിച്ചു പോയി ഒന്നിനും കൊള്ളാത്ത സാധനമായി മാറും. അതാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ചൂടാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടയൊക്കെ എല്ലാം ഒന്ന് ഞെക്കണം, അതേ കൂടെ ഒന്ന് ഞെക്കി വിടണം. അതുപോലെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ടെന്നേ. ചില ആളുകളുടെ വീട്ടിലോട്ട് നോക്കി അവരുടെ ഈ കമ്പോസർ ഇരിപ്പുണ്ട്, ഉപയോഗിക്കാറിയത്തില്ല. പാടിരിപ്പുണ്ട്, ഉപയോഗിക്കാറിയത്തില്ല. ആരോ ചെറുക്കന്മാരാരോ പിള്ളേരാരോട് ഉപയോഗിച്ചതാ, അവൻ പഠിക്കാൻ പോയി. എന്നാൽ അത് അവൻ്റെ കൊടുത്തു വിട്ടായിരുന്നെങ്കിൽ അവൻ അതെങ്കിലും അവിടെയെങ്കിലും ഉപയോഗിച്ചാൽ, അതും കൊടുത്തു വിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ. ചിലത് മിക്സർ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മിക്സർ എനിക്ക് വന്ന് 12 വർഷമായി. അപ്പോൾ അത് മുഴുവനും നാശമായി എന്ന് പറഞ്ഞാൽ ഡെയിലി ഉപയോഗമായതുകൊണ്ട് അതിൻ്റെ എനിക്കിപ്പം ഈ അടുത്ത ആഴ്ചയിലോ പിന്നത്തെ ആഴ്ചയിലോ പുതിയ മിക്സർ കിട്ടിയാലേ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ഞാനൊരു മിക്സറിൽ കണക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ ഊരിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. സ്തോത്രം. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് അതിനകത്തുനിന്ന്. ഒരുപാട് വർഷം ഉപയോഗിച്ചില്ല, 10-12 വർഷം ഉപയോഗിച്ച സാധനം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലും കമ്പനിക്കാരൻ 2 വർഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ തരുന്നത്. കാരണം 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റേഡിയേഷൻ കൂടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 2 വർഷത്തേക്ക് ഉപയോഗിക്കാവുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ പുതിയ മൊബൈൽ മേടിക്കണം എന്നുള്ളതാണ് കമ്പനിക്കാരൻ്റെ പരിപാടി. സ്തോത്രം. നമ്മളോ 2 വർഷത്തേക്ക് കിട്ടുന്ന മൊബൈൽ, നമ്മൾ മേടിച്ച മൊബൈൽ 2 വർഷമല്ല, നമ്മൾ 10 വർഷം വേണമെങ്കിൽ ഉപയോഗിക്കും. കാരണം നമ്മൾ പറയുന്നത്, ഞാനത് മേടിച്ചിട്ട് 5 കൊല്ലമായി എന്നാ നമ്മൾ ഭയങ്കര ക്രെഡിറ്റാണ് പറയുന്നത്. പക്ഷേ 3 വർഷമായിട്ട് ഞാൻ ഹൈ റേഡിയേഷനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചത്.
ഓക്കെ. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പോൾ ഒരു മിക്സർ ആയാലും ശരി, 5 വർഷത്തിൽ കൂടുതൽ അത് ഉപയോഗിക്കാൻ കൊള്ളിയേലെന്നാണ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ പറഞ്ഞത്, പാസ്റ്ററെ നിങ്ങൾ മേടിക്കുന്ന മിക്സർ, അതിനകത്ത് ഒരു സാധനമുണ്ട് കാഡ്മിയം, അതൊക്കെ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തേഞ്ഞ് തേഞ്ഞ് തീരും. അപ്പം ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ സാധനം മേടിക്കണം. അത് 5 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ, എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണെങ്കിൽ 5 വർഷം പോയിട്ട് 2 വർഷം ഊരുവം പിടിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ, നമ്മളിപ്പോൾ ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ അല്ലേ, അവിടെ രാവിലത്തെ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഊരിയെടുക്കണം, മൊത്തം അഴിക്കണം. ഉച്ച കഴിഞ്ഞ് വേറെ സ്ഥലത്തായിരിക്കും, അവിടത്തേക്ക് മുഴുവൻ കുത്തണം. പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഊരിയെടുക്കണം. പിന്നെ അടുത്ത ഗ്രാമത്തിലായിരിക്കും, അവിടെ പോകുമ്പോൾ വൈകുന്നേരത്തേക്ക് ഇത് പിന്നെയും കുത്തണം. അങ്ങനെ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം കുത്തുകഴിക്കുകയും ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് അതിനകത്ത് തേയ്മാനം സംഭവിച്ച് നമ്മൾ ഈ കുത്തുന്ന പിന്ന് കറക്റ്റായിട്ട് അത് ടച്ച് ചെയ്യാതിരിക്കുകയും അകത്തുള്ള പിന്ന് അകത്തോട്ട് വളഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതെല്ലാം കേടാകുന്നത്. സ്തോത്രം. അപ്പം 5 വർഷം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് ഉപയോഗിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വചനം ധ്യാനിച്ചു വരുന്ന സമയത്ത് ഒരു വാക്യം എൻ്റെ കണ്ണിൽപ്പെട്ടു. 25-ാം അധ്യായം, മത്തായി സുവിശേഷത്തിലാണ്, 25-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. മതി. ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞേ? നീ ഇത് പൊൻവാണിഭക്കാരനെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാം, സംഭവം അറിയാമല്ലോ. പല താലന്തുകൾ ഓരോരുത്തർക്ക് കൊടുത്തു, എന്നിട്ട് ഇത് വ്യാപാരം ചെയ്താൽ മതി. സ്തോത്രം. ഓരോരുത്തർ ലഭിച്ചതിനനുസരിച്ച് അവരവർ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. എന്തിന് പറയാൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ ഒന്നും ചെയ്തില്ല. ഈ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ കൊടുത്തവനെ വളരെ മോശമായിട്ട് പബ്ലിക്കിൽ കളിയാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഉടനെ യജമാനൻ വന്നിട്ട് പറയുന്നൊരു വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. നീ ഇത് പൊൻവാണിഭക്കാരനെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. നിനക്കോ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഇത് അവനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവിടെ ഏൽപ്പിക്കാനല്ലേ? ആരേൽപ്പിക്കും? കൊടുക്കുവോ? ആ വീട്ടിനകത്ത് എത്ര നാളായി ആ മിക്സർ അവിടെ ഇരിക്കുന്നു, ആ കമ്പോസറെ അവിടെ ഇരിക്കുന്നു, ആ ആംപ്ലിഫയർ എത്ര നാളെ തുരുമ്പെടുത്തില്ലേ? ഉപയോഗിക്കത്തുമില്ല, ഒരുത്തരോട് കൊടുക്കത്തുമില്ല. നിങ്ങളോടാ പറഞ്ഞത്. നീ അത് ആരെങ്കിലും ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവൻ 10 പരസ്യവും നടത്തിയേനെ. നീ അത് ആരെങ്കിലും ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവർ അതുകൊണ്ട് എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയേനെ. സ്തോത്രം. നീ അത് പൊൻവാണിഭക്കാരനെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ, അല്ലേ? എന്ന് പറഞ്ഞാൽ നിനക്കോ ഉപകാരപ്പെട്ടില്ല, നീയോ ചെയ്യല, എന്നാ അത് അവനെങ്കിലും ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവനതുകൊണ്ട് വ്യാപാരം ചെയ്ത് അതിൻ്റെ ലാഭം എനിക്ക് കിട്ടിയാലായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വീട്ടിനകത്ത് ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് വീട്ടിനകത്ത് വർഷങ്ങളായിട്ട് പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നവർക്കാണ് ഇന്ന് രാവിലത്തെ എൻ്റെ സന്ദേശം. നീയൊട്ട് ഉപയോഗിക്കത്തുമില്ല, ദൈവത്തിനൊട്ട് ഉപയോഗമാകുന്നുമില്ല. എന്തെല്ലാം സാധനങ്ങൾ! സ്തോത്രം. ഹാൻഡ് മൈക്ക് ഇല്ലേ, ആംപ്ലിഫയർ, ചെറിയ സ്പീക്കർ, മൈക്രോഫോൺ. എൻ്റെ പ്രിയരെ, ഇതൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഒരു പരിധി വരെയേ നമ്മളെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. പിന്നെ ഇത് ഫംഗസ് കയറി മുഴുവൻ നാശമാകും. സ്തോത്രം. എവിടെയെങ്കിലും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഓങ്കോളിലുള്ള ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പേര് തന്നെ പറയാം. സാബു വർഗീസ് എന്നാ പേര്. സാബു വർഗീസ്. 400 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയർ അദ്ദേഹത്തിന് അത്യാവശ്യം സൗണ്ട് സിസ്റ്റം മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യനാണ്, ദൈവ മനുഷ്യനാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയാ, പാസേ എൻ്റെ അടുത്തൊരു 400-ൻ്റെ ആംബിരിപ്പുണ്ട്. സ്വത്രം,
അദ്ദേഹം എന്നെ കണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് 400 നാമ്പ് ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ട് കൊടുക്കാം. എൻ്റെ കൂടെ മിഷൻ ട്രിപ്പിന് വന്ന മറ്റൊരു ദേവദാസൻ, അദ്ദേഹത്തോട് ഞാൻ ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. സ്തോത്രം. അദ്ദേഹം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചോളാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. അപ്പോൾ എടുത്തിട്ട് പോക്കോ. അത് കേൾക്കേണ്ട താമസം അദ്ദേഹം കൊടുത്തു വിട്ടു. അതിവിടെ കൊണ്ടുവന്ന് ആ ദൈവദാസൻ ഒന്ന് സർവീസ് ചെയ്ത് ഉഷാറാക്കി. ഇപ്പം താണ്ടേ ഗ്രാമങ്ങളിൽ അനേകയിടങ്ങളിൽ പരിശോധന നടക്കുന്നതുകൊണ്ട് കണ്ടോ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ താല്പര്യം, കർത്താവ് ഇത് വെറുതെ വിട്ടിരിക്കേണ്ട, ആർക്കെങ്കിലും കൊടുക്കണം, എവിടെയെങ്കിലും ഇത് കൊടുക്കണം. സ്തോത്രം. എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, പ്രയോജനമുള്ള ആരെങ്കിലും വരുമ്പോൾ നമുക്കത് കൊടുക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു. ഞാൻ പിന്നെ ആരോട് അത് ഇന്ന സാധനം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ നടന്നില്ല. പ്രയോജനമുള്ളവരെ ദൈവം അവിടെ കൊണ്ടുവന്നു, അദ്ദേഹം കൊണ്ടുപോയി ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എൻ്റെ പ്രിയരെ, നമ്മുടെ വീട്ടിൽ എത്ര സാധനം ഇരിപ്പുണ്ട്, ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? ആ ഒരു സ്പീക്കർ സെറ്റ്, അതിനകത്തൊരു ബാറ്ററി ഉണ്ടായിരുന്നു. അത് ബാറ്ററി വീക്കായെന്നും പറഞ്ഞല്ലേ അത് ചുമ്മാ വെച്ചേക്കുന്ന. അവിടെ ഒരു 10,000-2,000 രൂപ കൊടുത്താൽ നല്ലൊരു ബാറ്ററി കിട്ടും. ആ ബാറ്ററി മാറ്റിയ സാധനം വർക്കൗട്ടല്ലേ, സാധനം നന്നായിട്ട് വർക്ക് ചെയ്യല്ലേ. സ്തോത്രം. നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കർത്താവിന് വേണ്ടി ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അപ്ഡേഷനുള്ളവരാകണം. മിനിസ്ട്രിയിൽ അപ്ഡേഷൻ വേണം. 10 വർഷമായി എന്നിട്ടും ഒരു മൈക്രോഫോൺ ഇല്ലാത്ത ആളുകൾ 10 കൊല്ലമായെന്നേ. ഞാൻ മിക്കവാറും പ്രസംഗകരോടൊക്കെ, കൺവെൻഷൻ പ്രസംഗകരോടൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. ചില പ്രസംഗകർക്ക് പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ അത് അറിയാം. നിങ്ങൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണോ, കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ആളാണോ, നിങ്ങളൊരു 4,000-5,000 രൂപ കൊടുത്ത് ഒരു മൈക്രോഫോൺ വാങ്ങ്. കേബിൾ വാങ്ങണ്ട, ഒരു മൈക്രോഫോൺ വാങ്ങ്. ഒരു 5,000-6,000 രൂപ കൊടുത്തിട്ട് മൈക്രോഫോൺ വാങ്ങിയിട്ട് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നവർക്ക് ആ മൈക്രോഫോണും കൊണ്ട് പോകാനേ, അവിടെ ചെല്ലുമ്പോൾ അവിടെ കേബിൾ ഉണ്ടാകും, അവിടെ കണക്ട് ചെയ്തേക്കുന്ന ആ മൈക്കൊന്ന് ഊരി നിങ്ങളുടെ മൈക്കിലോട്ട് കണക്ട് ചെയ്ത് പ്രസംഗിച്ചുകൂടെ? അതുപോലെ ചെയ്യാത്ത കുറേ ആൾക്കാർ, കയ്യും വീശി നടക്കുന്ന കുറേ ആൾക്കാർ. സ്തോത്രം. ഞാനിതൊക്കെ നിങ്ങൾ അപ്ഡേഷൻ ആകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. സ്തോത്രം. അനിൽ പാസ്റ്റർക്ക് മൈക്കുള്ളതുകൊണ്ടായി പറയുന്നത് അല്ല, അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും സുവിശേഷ വിലയ്ക്ക് എന്തെല്ലാം സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് എനിക്ക് വേണം. ദൈവം എനിക്കത് എതിലെങ്കിലും കൊണ്ടുതരും. സ്തോത്രം. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിക്കാതെ നിന്റെ വീട്ടിനകത്ത് അതിരുന്നാൽ, സ്തോത്രം, നിന്നെ വിളിക്കുന്നൊരു പേര് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം, എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ. 30-ാമത്തെ വാക്യമാണ്, ഒന്നും വിചാരിക്കല്ലേ, ഞാനൊന്ന് വായിച്ചോട്ടെ. നിങ്ങളുടെ സമൂഹത്തോടെ വായിക്കാം. 30-ാമത്തെ വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ, അയ്യോ അല്ലേ, കൊള്ളരുതാത്ത ദാസനെ. ബാക്കി ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും. സ്തോത്രം. വീട്ടിലിരിക്കുന്ന സാധനമേ നിങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിക്കുക. കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടില്ല സാധനം, ഇല്ലേ? ഭയങ്കര ആരാധനയും പ്രാർത്ഥനയൊക്കെ. ചില ആൾക്കാർ പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതല്ലേ, പിന്നെ എന്തിനാ കൊടുക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നീ ഉപയോഗിക്കാനേ, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. ഇവിടെ പറഞ്ഞത്, ഇവിടെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിനക്കത് ഉപയോഗിക്കായിരുന്നു, നീ അത് ഉപയോഗിക്കാതെ നീ അത് മണ്ണി കുഴിച്ചിട്ടു. സ്തോത്രം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ ഏൽപ്പിക്കായിരുന്നു. ബേബിക്കുട്ടി, നിങ്ങൾ പരിശോധനയൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, ഇവിടെ ഒരു ആംപ്ലിഫയർ ഇരിപ്പുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഉപയോഗിച്ചോ. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം, അന്നേരം ഒന്നും കൊണ്ട് തന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കൊണ്ടുപോക്കോ. പറയാറുന്നില്ലേ? ആര് പറയാനല്ലേ, ആര് പറയാൻ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് പറയുന്നത്, ദൈവനാമത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്ന ആ ഒരു ഉപകരണം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് 30-ാം വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ. സ്തോത്രം. ഉണ്ടോ? കൊള്ളരുതാത്ത ദാസനെ. ഞാൻ ഈ മിക്സർ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു മിക്സർ, ആ മിക്സർ 12 വർഷം മുമ്പ് ഞാൻ മേടിച്ച, 12 വർഷം. അത് മാക്സിമം ഞാൻ ഉപയോഗിച്ച ഒരു പരിവക്കേടായി.
അപ്പം അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 2 ചാനൽ 8 ചാനലിൻ്റെ ഒരു മിക്സറാണ്. 2 ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം പോയി. എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ് ബാക്കി ചാനൽ മുഴുവൻ. സാധാരണ ഒരു പുതിയ മിക്സർ എനിക്ക് മേടിച്ചേ പറ്റും. വലിയ സാധനം 10,000-20,000 രൂപയുടെ ഒരു മിക്സർ മതി. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. കാരണം എനിക്കിത് 10 പേരെ കാണിക്കാനല്ല, ശബ്ദം നന്നായി പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് എനിക്കത് മതി. സ്തോത്രം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നതൊക്കെ എന്ത് ചെയ്യും? എവിടെ ഇരിക്കുക? ആ തട്ടിൻ്റെ പുറത്തിരിക്കുകയല്ലേ? എത്ര ദിവസമായി അത് പൊതിഞ്ഞ് കെട്ടി വെച്ചിരുന്നു? ഒന്ന് അയച്ചു നോക്കിയാൽ പാറ്റ കയറി താമസമാക്കിയിട്ടുണ്ടോന്ന്. അവരെയൊക്കെ പുറത്താക്കി വിട്. അവരെല്ലാം റൂം വെക്കേറ്റ് ചെയ്യിപ്പിക്കും. സ്തോത്രം. അല്ലെങ്കിൽ 30-ാം വാക്യം എന്നെ നിങ്ങളെ നോക്കി വിളിക്കും, കൊള്ളരുതാത്ത ദാസനെ. നമ്മൾ വിചാരിക്കുന്നത് സുവിശേഷ വേല ചെയ്തില്ലെങ്കിലാ നമ്മളെ കൊള്ളരുതാത്ത ദാസനെ. ഇല്ല, കളി വേറെ. ഏതാണ്ട് വായിച്ചു നോക്കുക എഴുതിയേക്കുന്നത്. നീ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവനെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ. പിടികിട്ടിയോ? സ്തോത്രം. മിക്കവാറും തീരുമാനമാകും അങ്ങനെയാണെങ്കിൽ. ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്നായിരുന്നു. അത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ തൂക്കി വിറ്റേരും. ചുമ്മാ അത് തന്നെ ഈ വെറുതെ അവിടെ വെച്ചിട്ടുണ്ട് അത്ര സ്പേസ് കളയുന്നത്. വേറെ നല്ല ഒരെണ്ണം മേടിക്കുക. ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ അപ്ഡേഷൻ ഉള്ളവരാണ്. അപ്ഡേഷൻ വേണം നമുക്ക്. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ കയ്യിലുള്ള സാധനമെല്ലാം ഞാൻ 24 മണിക്കൂർ ഉപയോഗിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുക. ആ അപ്ഡേഷനിലാണ് ഞാനുള്ളത് ഏത് നേരത്ത്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നമ്മുടെ ആന്ധ്ര മിഷൻ ട്രിപ്പിൽ നമുക്ക് 2 സ്പീക്കർ കത്തിപ്പോയി ഓവർ പവർ കയറി വന്നിട്ട്. ഞാനത് പറഞ്ഞായിരുന്നു. നമ്മളത് വന്ന ഉടനെ അത് നന്നാക്കി റെഡിയാക്കി ഇതാണ്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുക. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അത് മൂന്നിലോട്ട് വലിച്ചെറിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിരിക്കുകയല്ല. സ്തോത്രം. നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഉടനെ ഏറ്റവും നല്ല വിദഗ്ധമായ ആശുപത്രി കൊണ്ടുപോയല്ലേ? കൊണ്ടുപോകില്ലേ? ഏറ്റവും നല്ല വിദഗ്ധമായ ആശുപത്രിയിൽ അവിടെ കൊണ്ടുപോയി ഏറ്റവും നല്ല സ്കാനിങ് ചെയ്യല്ലേ? ചെയ്യും. എത്ര പൈസ അവിടെ ചോദിക്കുമോ? ഇച്ചിരി പൈസ കുറച്ച് തരുമോന്നും ചോദിക്കുമോ? ഇല്ല. അവർ എഴുതി തരുന്ന അന്നേരം നമ്മളവിടെ ബില്ല് കെട്ടി പേ ചെയ്ത് നമ്മൾ ബില്ലുമായിട്ട് കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. സ്തോത്രം. ഇല്ലേ? ഒരു മടിയില്ല. കർത്താവിൻ്റെ കാര്യമാണല്ലോ, നമുക്ക് ഏത് സമയത്ത് അത് ചെയ്യാം. ഇല്ലേ? അതാണ് കഥ. ദൈവത്തിൻ്റെ കാര്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം കാണിക്കുന്നവനെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് തന്നതെല്ലാം ഫ്രഷായിട്ട് അപ്ഡേറ്റായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുമ്പം ഒരുപാട് പേർക്കൊരു ബോക്സ് പോലും ഇല്ല കേട്ടോ. ഒരുപാട് കാസർഗോഡ് നീ കഴിഞ്ഞ ദിവസം ദേവാസനെ വിളിച്ചു പറഞ്ഞു, ദേവാസനെ എനിക്കൊരു ചെറിയ സ്പീക്കർ സെറ്റ് വേണം പരസ്യം നടത്താൻ. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം, ഒരു 300 ദൈവദാസന്മാർക്ക് 50 വാട്ട്സിൻ്റെ ഒരു ചെറിയ സൗണ്ട് സിസ്റ്റം മേടിച്ചു കൊടുക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഒരു 300 ദൈവദാസന്മാർക്ക് ഒരു 50 വാട്ട്സിൻ്റെ, അതിനാകുമ്പം പെർമിഷൻ വേണ്ടല്ലോ, 50 വാട്ട്സിൻ്റെ ഒരു സ്പീക്കർ സെറ്റ് മേടിച്ചു കൊടുക്കുന്നത് ഒരു വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ട്. നിങ്ങളോർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ വർഷം അത് ചെയ്യണം. അമ്മേ, കർത്താവ് അനുവദിച്ചാൽ. സ്തോത്രം. അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കട്ടെ. ഒരു 300 പേർക്ക് കൊടുത്താൽ ആ 300 പേര് ശിംശോൻ 300 പേരുടെ 300 കുറുക്കന്മാരുടെ വാലോട് വാല് കയറ്റി പന്തം കൊടുത്ത് കത്തിച്ച് ഫെലിസ്തീനെ വയലിലോട്ട് പറഞ്ഞു വിട്ടു. ഇല്ലേ? അയ്യോ, ഇത് കുറുക്കനല്ലേ, ഈ കുറുക്കനെ മൊത്തം ചെന്ന് ഫെലിസ്തീനെ വായലും സംഭവം മൊത്തം കത്തിച്ച് ഒരു പരിവക്കേടാക്കി. സ്തോത്രം. അപ്പം 300 ദൈവദാസന്മാരുടെ കയ്യിൽ, സ്തോത്രം, 300 സ്തോത്രം ഈ ബോക്സ് എത്തിച്ചു കൊടുത്താൽ അവർ 300 പേരും ഒരു 300 സ്ഥലങ്ങളിൽ ഒരു ദിവസമെങ്കിലും, ആ മാസത്തിൽ ഫുള്ളല്ല, മാസത്തിൽ ഒരു ദിവസമെങ്കിലും 300 സ്ഥലത്തും പ്രവർത്തനം സുവിശേഷം അറിയും കേട്ടോ. അങ്ങനെ ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. നിങ്ങൾ അതിനോർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഈ വർഷം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. സ്തോത്രം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്തോ. എനിക്കിങ്ങോട്ട് നിങ്ങൾ അതിനുവേണ്ടി സംവിധാനം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നേരിട്ട് അങ്ങ് ചെയ്തോ കേട്ടോ. ഇനി വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ പറയാം, ആയുസിൽ ഒരു ഉപദേശിക്കെങ്കിലും ഒരു സ്പീക്കർ സെറ്റ് മേടിച്ചു കൊടുക്കണേ. നിങ്ങൾ അത്രയും ചെയ്താൽ മതി. അവർ 35 ദിവസം ചെയ്തില്ലെങ്കിലും 15 ദിവസം ചെയ്തില്ലെങ്കിലും 10 ദിവസമെങ്കിലും അവർ പരിശോധന ചെയ്യുമല്ലോ. സമയം കിട്ടുമ്പോൾ ഞാൻ എല്ലാവരും പറയാറുണ്ട്, സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഇതാർക്ക് ദൈവം കരാറ് കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സമയമുള്ള പോലെ ചെയ്താൽ മതി. അപ്ഡേഷനാകാം. ഈ രാവിലെ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ പറഞ്ഞതുപോലെ
നിൻ്റെ വചനത്തെ ഞങ്ങൾ വായിച്ചതുപോലെ കേട്ടതുപോലെ കർത്താവേ, ആമേൻ, നീ അത് പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. കർത്താവേ, സ്തോത്രം. ഉപയോഗിക്കാൻ കഴിയാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം മറ്റുള്ളവരുടെ ഏൽപ്പിച്ച് അതിൻ്റെ ഉപയോഗം ശരിയായ വിധത്തിൽ നടത്തുവാൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് പേര് കർത്താവ് ഒരു സ്പീക്കർ പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് സുവിശേഷകന്മാർ. കർത്താവ് അവരെ സഹായിക്കണമേ, കൃപ ചെയ്യണമേ. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിനെ കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്തട്ടെ. പ്രാർത്ഥന നന്ദി. യേശുക്രിസ്തുവിന്റെ പേരിൽ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഞാൻ ഈ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനത് പാസ്റ്റർമാർക്ക് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, സുവിശേഷകന്മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. സുവിശേഷകന്മാർക്ക് കൊടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലയിടങ്ങളിൽ സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരു സഭയിലാണെങ്കിൽ 2 സുവിശേഷന്മാരുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല, അവർക്ക് സുവിശേഷം അറിയിക്കാം, ഇല്ലേ? ദേവദാസന്മാർക്ക് കൊടുത്താൽ അവർക്ക് ഒരുപാട്, പാസ്റ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രോഗ്രാംസോ അവരെ സംബന്ധിച്ച് സഭയുമായിട്ടുണ്ട്. അതുകൊണ്ട് അവരതിനകത്ത് എൻഗേജ്ഡാണ്. അവർക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല, പക്ഷേ സുവിശേഷന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് 24 hours അവരൊക്കെയാണ്, ബില്ലിങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്താൽ ഇത് പ്രയോജനം ചെയ്യും. ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും. സുവിശേഷീകരണം ശക്തമായിട്ട് നടക്കും. ആമേൻ. സഭ നമ്മളീ പറയുന്ന സഭയല്ല കേട്ടോ, ദൈവത്തിൻ്റെ സഭ. അത് നിറഞ്ഞോളും. അതിലോട്ട് ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നോളൂ. ഞങ്ങളുടെ കൂടെ വന്നില്ലോ, ഞങ്ങളുടെ ഒരു പ്രവർത്തനം, ആ പരിപാടിയൊക്കെ നിർത്തിവെച്ചിട്ട് ദൈവരാജ്യത്തിലേക്ക് ആളെ ചേർക്കാനുള്ള പരിപാടി തുടങ്ങാൻ നമ്മളതിന് വളരെ ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ അവനവൻ്റെ എന്താ പറയുക, ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. വിട്ടേര് അത് ചെയ്യുന്നവർ അത് ചെയ്തോട്ടെ, ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, അവർക്ക് അതേ പറ്റുള്ളൂ, അവർ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, സുവിശേഷം അറിയിക്കുക. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കുന്ന എഴുതി വെച്ചേക്കുന്ന പുസ്തകത്തിനകത്ത് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് വായിക്കും. ചുമ്മാ എഴുതി വെച്ചേക്കുന്നതല്ലേ, വെറുതെ രസത്തിന് എഴുതിയതല്ല. ദൈവം സഭയിലോട്ട് ചേർക്കും. കാഹളം തൊലിക്കും എല്ലായിടത്തും കേട്ടോ, എല്ലായിടത്തും. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം കാഹളമില്ല. പണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒറ്റ കാഹളമുള്ളൂ. എല്ലാവരും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് കഴിവിൻ്റെ പരമാവധി ഓടാം, അപ്ഡേഷനാകാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്